പല ദിവസങ്ങളിലും പത്രങ്ങളും ദൃശ്യമാധ്യമങ്ങളുമൊക്കെ കാണുമ്പോൾ ഇവിടെ ജീവിക്കാൻ തന്നെ ഭയം തോന്നുന്നുണ്ട്. ഈ നാട്ടിൽ കുട്ടികളും സ്ത്രീകളും എത്ര അരക്ഷിതരായാണ് കഴിയുന്നത്. പാലക്കാട് ഷൊർണൂരിൽ 1.5 വയസ്സുകാരിയെ കൊലപ്പെടുത്തിയത് സ്വന്തം അമ്മയാണ്. ആലപ്പുഴയിലും വയനാട്ടിലും യുവതികൾക്ക് നേരെ ഭർത്താക്കന്മാരുടെ ക്രൂരത. ചേർത്തലയിൽ സ്കൂട്ടറിൽ സഞ്ചരിക്കുമ്പോഴാണ് യുവതിയെ പെട്രോൾ ഒഴിച്ച് തീ കൊളുത്തി കൊന്നത്. തലസ്ഥാനത്ത് മാതാപിതാക്കൾക്കൊപ്പം കിടന്നുറങ്ങിയ 2 വയസ്സുകാരിയെ തട്ടിക്കൊണ്ടുപോയി 20 മണിക്കൂർ തികയും മുൻപ് കണ്ടെത്തിയെന്ന വാർത്ത ആശ്വാസകരമാണെങ്കിലും എന്തുകൊണ്ടാണ് ഈ നാട്ടിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നതെന്ന ചോദ്യം ബാക്കിയാകുന്നുണ്ട്. ഈ വാർത്തകൾ വിശദമായി പരിശോധിക്കുകയാണ് പോലീസ് പട്രോൾ. സ്വാഗതം. ഒരു പകൽ മുഴുവൻ കേരളത്തെയാകെ മുൾമുനയിൽ നിർത്തിയതാണ് 2 വയസ്സുകാരിയെ തട്ടിക്കൊണ്ടുപോയ സംഭവം. തിരുവനന്തപുരം പേട്ടയിൽ നിന്ന് നാടോടി ദമ്പതികളുടെ മകളെ തട്ടിക്കൊണ്ടുപോയതറിഞ്ഞ് നമ്മുടെയൊക്കെ സ്വന്തം കുഞ്ഞിനെ നഷ്ടപ്പെട്ടതിൻ്റെ വേദനയിലായിരുന്നു ഈ നാട്. തലസ്ഥാന നഗരവും പരിസര പ്രദേശങ്ങളും അരിശുപിറക്കി ഓരോ മണിക്കൂറുകൾ പിന്നിടുമ്പോഴും പോലീസിൻ്റെ ഉള്ളിലും തീയായിരുന്നു. മേരി എന്ന ആ കുഞ്ഞിന് ഒന്നും സംഭവിക്കരുത് എന്ന ഒരു ജനതയുടെ പ്രാർത്ഥന ഒടുവിൽ ഫലം കണ്ടിരിക്കുന്നു. കാണാതായ സ്ഥലത്തിന് സമീപത്തുള്ള കാണയിൽ നിന്ന് കുട്ടിയെ കണ്ടെത്തിയിട്ടുണ്ട്. എന്താണ് അവൾക്ക് സംഭവിച്ചത്? തട്ടിക്കൊണ്ടുപോകലാണെങ്കിൽ ആ സംഘത്തിൻ്റെ ലക്ഷ്യമെന്തായിരുന്നു? പ്രതികൾക്ക് വേണ്ടി പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിരിക്കുകയാണ്. ഒരു പകൽ മുഴുവൻ കേരളം ആശങ്കയിലായിരുന്നു. ഒടുവിൽ ആശ്വാസ വാർത്തയെത്തിയത് രാത്രി 7:45. താമസിച്ചിരുന്ന ടെന്റിന് 1/2 കിലോമീറ്റർ അകലെയുള്ള ഓടയിൽ നിന്ന് കുട്ടിയെ കണ്ടെത്തി. കാണാതായി 19 മണിക്കൂറുകൾക്ക് ശേഷമായിരുന്നു കണ്ടെത്തൽ. മണ്ണന്തല പോലീസ് സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥൻ ജനോഷാണ് കുട്ടിയെ കണ്ടെത്തിയത്. കുട്ടിയെ ആരോ കൊണ്ട് കിടത്തിയ നിലയിലായിരുന്നു എന്ന് ജനോഷ് ഉറപ്പിച്ചു പറയുന്നു. നമ്മൾ സെർച്ച് ചെയ്ത് പോയാൽ കാണാൻ പറ്റാത്തൊരു സ്ഥലത്തായിരുന്നു. ഏകദേശം 6-7 അടി ഇതുള്ളൊരു ഹൈറ്റുള്ളൊരു കുഴിക്കകത്തായിരുന്നു. നടക്കുന്ന ഒരു ആൾക്കാർ സ്ഥിരമായിട്ട് നടക്കുന്ന ഒരു പാത പോലെ നമുക്ക് അവിടെ ഒരു ക്രിയേറ്റ് ചെയ്തിട്ട് ഇതുണ്ടായിരുന്നു. അപ്പോൾ അത് കാടിന് ഞാൻ മാറ്റിയിട്ട് അകത്തോട്ട് നമ്മൾ കയറിയായിരുന്നു. കയറിയപ്പോഴത്തേക്കും ഈ കുഞ്ഞിങ്ങനെ മലർന്ന് കണ്ണിങ്ങനെ ഫുള്ള് കൊന്ന് കിടപ്പുണ്ടായിരുന്നു. അപ്പോൾ ആദ്യം കുഞ്ഞൊരു അനക്കമില്ല. ലൈറ്റിങ്ങനെ അടിച്ചപ്പോഴത്തേക്കും ആ മൊബൈലിൻ്റെ ഫ്ലാഷിൻ്റെ ഇതിൽ കുഞ്ഞ് കണ്ണ് അടയ്ക്കാൻ പറ്റുന്നില്ല. അപ്പം കുഞ്ഞ് ആദ്യം ഡെത്തായെന്നാണ് വിചാരിച്ചത്. സാറിനോട് അങ്ങനെ തന്നെയാണ് അവർ പറഞ്ഞത്. പക്ഷേ ചാടി ഇറങ്ങിയപ്പോഴത്തേക്കും കുഞ്ഞ് ടക്കനെ ഞെട്ടിയും വളർന്നു. ഒരു 2 വേരിൻ്റെ ഇടയിൽ കുഞ്ഞിനെ മലർത്തി കിടത്തിയിരിക്കുകയായിരുന്നു. ആദ്യം തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച കുട്ടിയെ പിന്നീട് വിദഗ്ധ ചികിത്സയ്ക്കായി SAT ആശുപത്രിയിലേക്ക് മാറ്റി. കുട്ടി എങ്ങനെ ആ ഭാഗത്തെത്തി എന്ന് കണ്ടെത്തേണ്ടതുണ്ടെന്ന് DCP അറിയിച്ചു. പുറമെ കുട്ടിക്ക് ആരോഗ്യ പ്രശ്നങ്ങളില്ല. തട്ടിക്കൊണ്ടുപോയ സംഭവം വലിയ മാധ്യമ ശ്രദ്ധ നേടിയതോടെ കുട്ടിയെ ഉപേക്ഷിച്ചതാകാമെന്ന് പോലീസ് കരുതുന്നു. കഴിഞ്ഞ എല്ലാ മണിക്കൂറുകളായിട്ട് ഇന്നലെ രാത്രി 2 മണി മുതൽ നമ്മൾക്ക് വിവരം കിട്ടിയ ആ നിമിഷം മുതൽ നമ്മളെല്ലാവരും ഇവിടെ ഉള്ളവരാണ്. നമ്മളെല്ലാ ആൾക്കാരും ഇതുമായി ബന്ധപ്പെട്ടിട്ട് മീഡിയ എല്ലാ ആൾക്കാരുടെയും സപ്പോർട്ട് കൊണ്ട് നമ്മൾ എല്ലായിടങ്ങളും തെരഞ്ഞുകൊണ്ടിരുന്നതാണ്. സോ ഈ ഒരു അവസരത്തിൽ അതിന് എങ്ങനെയാണ് അവിടെ എത്തിയെന്നുള്ളതിനെ പറ്റിയിട്ടുള്ള കൂടുതൽ കാര്യങ്ങളൊക്കെ നമുക്ക് തീർച്ചയായിട്ടും നമുക്ക് വിശദീകരിക്കാം. CCTV ദൃശ്യങ്ങളിൽ നിന്ന് സൂചനയൊന്നും ലഭിച്ചില്ലെന്ന് പോലീസ് അറിയിച്ചു. കുട്ടിയെ കാണാതായ സ്ഥലത്ത് CCTVകൾ ഇല്ലാതിരുന്നത് തിരിച്ചടിയാണ്. ചാക്ക ഓൾ സയൻസ് ഭാഗത്തെ CCTVകൾ പരിശോധിക്കുന്നത് തുടരും. കുട്ടിയുടെ കുടുംബം സ്ഥിരമായി കുളിക്കാൻ പോകുന്ന കടവിലേക്കുള്ള വഴിയിലാണ് കാട് പിടിച്ച ഓട. കുട്ടി തനിയെ പോയതാണോ എന്ന കാര്യവും പരിശോധനാ വിഷയമാണ്. എന്നാൽ റെയിൽവേ ട്രാക്കിലെ മെറ്റലും കാട് പിടിച്ച പ്രദേശവും താണ്ടി 2 വയസ്സുകാരി ഇവിടെ വരെ പോകില്ല എന്നാണ് നിഗമനം. കുട്ടിയുടെ സഹോദരൻ നൽകിയ മൊഴിയുടെ അടിസ്ഥാനത്തിൽ രേഖാചിത്രം തയ്യാറാക്കിയിട്ടുണ്ട്. മൊഴിയിൽ പറഞ്ഞ മഞ്ഞ സ്കൂട്ടറിനെ കുറിച്ചും അന്വേഷണം തുടരുകയാണ്. കുട്ടിയെ കൊണ്ടുപോകുന്നത് കണ്ടെന്ന സാക്ഷിമൊഴിയും നേരത്തെ പുറത്തു വന്നിരുന്നു. ബീഹാർ സ്വദേശികളായ അമർദ്വീപ് റമീന ദേവി ദമ്പതികളുടെ 2 വയസ്സുള്ള മകൾ മേരിയെ അർദ്ധരാത്രി മുതലാണ് കാണാതായത്. നാടോടി ദമ്പതികളായ ഇവർക്ക് 4 കുട്ടികളാണുള്ളത്. ഇവരെല്ലാം ഒന്നിച്ചുറങ്ങാൻ കിടന്നിരുന്നു. ഇക്കൂട്ടത്തിൽ നിന്നാണ്
പെൺകുഞ്ഞിനെ തട്ടിക്കൊണ്ടുപോയതെന്നായിരുന്നു ദമ്പതികളുടെ പരാതി. ന്യൂസ് 18 തിരുവനന്തപുരം. ഒരു കുഞ്ഞുണ്ടാകാത്തതിൻ്റെ വേദനയിൽ കഴിയുന്ന എത്രയോ അമ്മമാർ നമ്മുടെ നാട്ടിലുണ്ട്. മക്കളെ നോക്കാൻ ജോലി പോലും ഉപേക്ഷിച്ച നിരവധി സ്ത്രീകളെക്കുറിച്ചും നമ്മൾ കേൾക്കാറുള്ളതാണ്. എന്നാൽ കോട്ടയം സ്വദേശിനി ശില്പ എന്ന 29-കാരിക്ക് നൊന്തു പ്രസവിച്ച കുഞ്ഞ് ഒരു ബാധ്യതയായി. കഴിഞ്ഞ ദിവസം പാലക്കാട് ഷൊർണൂരിൽ 1.5 വയസ്സുള്ള പെൺകുട്ടിയുടെ മരണവുമായി ബന്ധപ്പെട്ട അന്വേഷണം ചെന്നെത്തിയത് മനസ്സാക്ഷിയെ മരവിപ്പിക്കുന്ന കഥകളിലേക്കാണ്. ലിവിംഗ് ടുഗദർ റിലേഷനിലായിരുന്ന അജ്മലുമായുള്ള ബന്ധം വേർപിരിഞ്ഞതിന് ശേഷമാണ് ശില്പ കുഞ്ഞിനെ കൊലപ്പെടുത്തുന്നതിനെക്കുറിച്ച് ആലോചിച്ചത്. തുടർന്ന് മാവേലിക്കരയിലെ വാടക വീട്ടിൽ വെച്ച് കൊലപ്പെടുത്തി മൃതദേഹം ഷൊർണൂരിലെത്തിക്കുകയായിരുന്നു. ശനിയാഴ്ച പുലർച്ചെയായിരുന്നു സംഭവം. 1 വയസ്സുള്ള ശിഖന്യയാണ് കൊല്ലപ്പെട്ടത്. കുഞ്ഞിനെ ശ്വാസം മുട്ടിച്ചാണ് കൊലപ്പെടുത്തിയത് എന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ. മാവേലിക്കരയിലെ വാടക വീട്ടിൽ വെച്ചാണ് കുഞ്ഞിനെ ശ്വാസം മുട്ടിച്ച് കൊന്നതെന്ന് അമ്മ ശില്പ പോലീസിനോട് പറഞ്ഞു. ജോലിക്ക് പോകുന്നതിന് തടസ്സമായതിനെ തുടർന്നാണ് കുഞ്ഞിനെ കൊലപ്പെടുത്തിയത് എന്നാണ് ശില്പയുടെ മൊഴി. പങ്കാളി പാലക്കാട് സ്വദേശി അജ്മലുമായി ഇവർ വേർപിരിഞ്ഞു കഴിയുകയായിരുന്നു. ശനിയാഴ്ച രാവിലെ 9-നാണ് കൈക്കുഞ്ഞുമായി കാർ മാർഗം ശില്പ അജ്മൽ ജോലി ചെയ്യുന്ന ഷൊർണൂർ അനുരാഗ് സിനിമ തിയേറ്ററിൽ എത്തിയത്. എന്നാൽ കുഞ്ഞനങ്ങാതിരുന്നതോടെ സംശയം തോന്നിയ അജ്മൽ വിവരം ഷൊർണൂർ പോലീസിനെ അറിയിച്ചു. അമ്മയെയും കുഞ്ഞിനെയും ഉടൻ ആശുപത്രിയിലെത്തിക്കാൻ പോലീസ് നിർദ്ദേശം നൽകി. തുടർന്ന് മരിച്ച കുഞ്ഞുമായി ശില്പയും അജ്മലും ആശുപത്രി OPയിലെത്തിയപ്പോഴേക്കും പോലീസ് സ്ഥലത്തെത്തി. ഡോക്ടർ പരിശോധിച്ച് കുഞ്ഞു മരിച്ചെന്ന് ഉറപ്പാക്കിയ ശേഷം ശില്പയെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. എന്നാൽ ഹൃദയസ്തംഭനമാണ് മരണകാരണമെന്ന പ്രാഥമിക നിഗമനത്തെ തുടർന്ന് ഇവരെ വിട്ടയച്ചതായും റിപ്പോർട്ടുകളുണ്ടായിരുന്നു. ദുരൂഹത നീങ്ങാത്തതിനാൽ ശില്പയെ നിരീക്ഷണത്തിൽ വയ്ക്കുകയായിരുന്നുവെന്ന് പോലീസ് വ്യക്തമാക്കി. കുഞ്ഞിനെ കൊല്ലുമെന്ന് ശില്പ പറഞ്ഞിരുന്നതായി അജ്മലും വെളിപ്പെടുത്തിയിരുന്നു. ഇതിനു മുമ്പും ഇതേപോലെ പലതവണ പറഞ്ഞിട്ടുണ്ട്, കുട്ടീനെ മരിച്ചു, നീ എവിടെ വരുമോ, കാണാൻ വരുമോ എന്നൊക്കെ ചോദിച്ചിട്ട് വിളിച്ചിട്ടുണ്ട്. അപ്പോൾ വലിയ ഇതിലെടുത്തില്ല. എന്നിട്ട് വേറൊരു മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു, നിന്റെ കുട്ടീനെ ഞാൻ കൊന്നതെന്ന് പറഞ്ഞിട്ട് അവള്. ആന്തരിക അവയവങ്ങളുടെ ശാസ്ത്രീയ പരിശോധനാ ഫലവും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടുമാണ് കേസിൽ വഴിത്തിരിവായത്. തുടർന്ന് പ്രതിയുടെ അറസ്റ്റ് രേഖപ്പെടുത്തി. കുട്ടിയുടെ ഒരു ചെവിയിൽ ചെറിയ മുറിവൊഴിച്ചാൽ വേറെ പാടുകളൊന്നും ഉണ്ടായിരുന്നില്ല. ഡിവൈഎസ്പി PC ഹരിദാസ്, CI JR രഞ്ജിത് കുമാർ എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു കേസ് അന്വേഷണം. ന്യൂസ് 18 പട്ടാമ്പി. വിവാഹം കഴിഞ്ഞ നാൾ മുതൽ ആലപ്പുഴ പട്ടണക്കാട്ടെ ആരതി എന്ന യുവതി ഭയത്തോടെയാണ് ഭർത്തൃ വീട്ടിൽ കഴിഞ്ഞത്. മാനസികാസ്വാസ്ഥ്യമുള്ള ഭർത്താവ് ശ്യാംജിത്ത് ഇടയ്ക്ക് സമനില തെറ്റി ക്രൂരമായി മർദ്ദിക്കും. 2 മക്കളുടെ മുന്നിലിട്ട് പലതവണ വെട്ടിക്കൊലപ്പെടുത്താനും തീ കൊളുത്തി കൊല്ലാനും ശ്രമിച്ചിട്ടുണ്ട്. ബന്ധുക്കളുടെ നിർബന്ധത്തിന് വഴങ്ങി ആരതി സ്വന്തം വീട്ടിലേക്ക് പോയെങ്കിലും അവിടെയും അയാളുടെ ഭീഷണി. ഒടുവിൽ എല്ലാവരും ഭയപ്പെട്ടത് തന്നെ സംഭവിച്ചു. രാവിലെ സ്കൂട്ടറിൽ സഞ്ചരിക്കുകയായിരുന്ന യുവതിയെ തടഞ്ഞു നിർത്തി പെട്രോൾ ഒഴിച്ച് തീ കൊളുത്തി. ഗുരുതരമായി പരിക്കേറ്റ യുവതി ചികിത്സയിലിരിക്കെ മരിച്ചെന്ന വാർത്തയാണ് വൈകിട്ടോടെ പുറത്തു വന്നത്. ശ്യാംജിത്ത് ആദ്യം ആരതിയെ കൊലപ്പെടുത്താൻ ശ്രമിച്ചത് ഭർത്തൃവീട്ടിൽ വെച്ചാണ്. വെട്ടുകത്തിയുമായി കൊലവിളി മുഴക്കി ആരതിക്ക് പിന്നാലെ പാഞ്ഞ അയാളെ തടുത്തത് ശ്യാംജിത്തിന്റെ മാതാപിതാക്കൾ തന്നെയായിരുന്നു. രക്ഷകർത്താക്കൾ പറഞ്ഞതനുസരിച്ചാണ് ആരതി കുട്ടികളുമായി മാസങ്ങൾക്ക് മുമ്പ് വീട്ടിലേക്ക് മടങ്ങിയത്. ഇതിനിടയിൽ ശ്യാംജിത്ത് മാനസികാസ്വാസ്ഥ്യത്തിന് വണ്ടാനം മെഡിക്കൽ കോളേജിൽ ചികിത്സ തേടി. മടങ്ങിയെത്തി ആരതിയെയും മക്കളെയും കൂടെ കൊണ്ടുപോകണമെന്ന നിർബന്ധം പിടിച്ചെങ്കിലും വീട്ടുകാർ വിട്ടില്ല. ഇടയ്ക്കിടെ കൊലവിളി മുഴക്കാറുള്ള ഇയാൾ ആരതിയെ കൊലപ്പെടുത്താനായി പെട്രോളും കയ്യിൽ കരുതി ഇതിനു മുൻപും ഒരു ശ്രമം നടത്തി. ഇത് സംബന്ധിച്ച് ആരതി പട്ടണക്കാട് പോലീസിൽ കഴിഞ്ഞ 4-ന് പരാതി നൽകിയിരുന്നു.
പോലീസ് ശ്യാംജിത്തിനെ അറസ്റ്റ് ചെയ്തെങ്കിലും കോടതി ജാമ്യവ്യവസ്ഥയിൽ വിട്ടയച്ചു. രാവിലെ 9:30യോടെയാണ് കൊലപാതകത്തിലേക്ക് നയിച്ച ദാരുണ സംഭവമുണ്ടായത്. ചേർത്തല താലൂക്ക് ആശുപത്രിക്ക് സമീപം നടുറോഡിൽ വെച്ചാണ് ശ്യാംജിത്ത് ആരതിയെ പെട്രോൾ ഒഴിച്ച് തീ കൊളുത്തിയത്. സ്കൂട്ടറിൽ വരുമ്പോൾ ആശുപത്രിക്ക് പിറകുവശത്തുള്ള മോർച്ചറി റോഡിൽ തടഞ്ഞു നിർത്തി. ഇരുവരും തമ്മിൽ സംസാരിക്കുകയും തർക്കമുണ്ടാവുകയും ചെയ്തു. തുടർന്ന് കയ്യിൽ കരുതിയിരുന്ന പെട്രോൾ ശ്യാംജിത്ത് ആരതിയുടെ തലയിൽ ഒഴിച്ച് തീ കൊളുത്തുകയായിരുന്നുവെന്ന് പോലീസ് പറഞ്ഞു. 90% പൊള്ളലേറ്റ ആരതി ചികിത്സയിലിരിക്കെ വൈകിട്ട് 3:30യോടെയാണ് മരിച്ചത്. 60%-ലേറെ പൊള്ളലേറ്റ ശ്യാംജിത്ത് ആലപ്പുഴ വണ്ടാനം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. ചേർത്തല താലൂക്ക് ആശുപത്രിക്ക് സമീപത്തെ സ്വകാര്യ പണമിടപാട് സ്ഥാപനത്തിലെ ജീവനക്കാരിയായിരുന്നു കൊല്ലപ്പെട്ട ആരതി. ഇരുവർക്കും 3ഉം 7ഉം വയസ്സുള്ള 2 കുട്ടികളുണ്ട്. ന്യൂസ് 18 ആലപ്പുഴ. ആലപ്പുഴയിലെ ആരതിയെ പോലെ ഭർത്താവിൻ്റെ കൊടിയ പീഡനങ്ങൾക്ക് ഇരയാകേണ്ടി വന്ന യുവതിയാണ് വയനാട്ടിലെ ആതിര. സ്ഥിരമായി വീട്ടിൽ മദ്യപിച്ചെത്തി ബഹളമുണ്ടാക്കുന്ന ബാബു ഭാര്യയെ മർദ്ദിക്കുന്നത് പതിവാണ്. മക്കളുടെ മുന്നിലിട്ടും ക്രൂരമായി തല്ലിച്ചതയ്ക്കും. എല്ലാം സഹിച്ചുമടുത്ത് സ്വന്തം വീട്ടിലേക്ക് മക്കളും ഒന്നിച്ചു പോകാൻ ഒരുങ്ങിയതാണ് ആതിര. അതിൻ്റെ വിരോധത്തിൽ ബാബു ഭാര്യയെ വെട്ടിക്കൊലപ്പെടുത്തി. കൊലയ്ക്ക് ശേഷം ആത്മഹത്യക്ക് ശ്രമിച്ച അഞ്ചുകുന്ന് സ്വദേശി ബാബു അതീവ ഗുരുതരാവസ്ഥയിൽ ചികിത്സയിലാണ്. രണ്ടാഴ്ച മുമ്പ് ആതിര തന്റെ 3 മക്കളെയും കൊണ്ട് കർണാടകയിൽ കാപ്പിത്തോട്ടത്തിൽ ജോലിക്ക് പോയിരുന്നു. തുടർന്ന് തിരികെ വീട്ടിലെത്തിയ ഇവർ പുൽപ്പള്ളി കാപ്പിസെറ്റിലെ സ്വന്തം വീട്ടിലേക്ക് പോകാൻ തീരുമാനിച്ചു. എന്നാൽ തന്റെ സമ്മതമില്ലാതെ മക്കളെയും കൊണ്ട് കർണാടകയിലേക്ക് പോയതിനെ ബാബു ചോദ്യം ചെയ്തതോടെ വാക്കേറ്റമായി. ഇതാണ് കൊലയിൽ കലാശിച്ചത്. കഴുത്തിന് വെട്ടേറ്റ ആതിര സംഭവ സ്ഥലത്ത് തന്നെ മരിച്ചു. ആതിരയെ വെട്ടിപ്പരിക്കേൽപ്പിച്ച ശേഷം ബാബു സ്വയം കഴുത്തിന് മുറിവേൽപ്പിച്ചാണ് ആത്മഹത്യയ്ക്ക് ശ്രമിച്ചത്. അതീവ ഗുരുതരാവസ്ഥയിൽ മാനന്തവാടി മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ച ബാബു അപകടനില തരണം ചെയ്തിട്ടില്ല. ബാബു മദ്യപിച്ച് വീട്ടിലെത്തി ബഹളം വയ്ക്കുക പതിവായിരുന്നെന്ന് ബന്ധുക്കൾ പറയുന്നു. സംഭവത്തിൽ പനമരം പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. ജോലിസ്ഥലത്തേക്ക് കുട്ടികളെ ആതിര കൊണ്ടുപോകുന്നതിനെതിരെ കഴിഞ്ഞ ദിവസം ബാബു പനമരം പോലീസിൽ പരാതി നൽകിയിരുന്നു. മദ്യപിച്ച് പ്രശ്നമുണ്ടാക്കുന്ന ബാബുവിന്റെ അടുത്ത് മക്കളെ വിട്ടുപോകാൻ ഭയമാണ് എന്നായിരുന്നു ആതിര പോലീസിന് നൽകിയ മൊഴി. ന്യൂസ് 18 വയനാട്. മക്കളുടെ ദാമ്പത്യ പ്രശ്നങ്ങളിൽ കണ്ണീരും വേദനയും അനുഭവിക്കുന്നത് മാതാപിതാക്കളാണ്. തൃശൂർ ചാലക്കുടിയിൽ ഭാര്യയുമായുള്ള തർക്കത്തെ തുടർന്ന് യുവാവ് ഭാര്യ വീടിന് പെട്രോൾ ഒഴിച്ച് തീവച്ചു. വിആർപുരം സ്വദേശി തച്ചുടപ്പറമ്പിൽ ബാലകൃഷ്ണന്റെ വീടിനാണ് മരുമകൻ ലിജോ പോൾ തീവച്ചത്. വിദേശത്തുള്ള ഭാര്യയെ ഫോണിൽ വിളിച്ച് അറിയിച്ച ശേഷമായിരുന്നു ഭർത്താവിൻ്റെ ക്രൂരത. ബാലകൃഷ്ണനും ഭാര്യയും വീടിന് പുറത്തിറങ്ങിയതിനാൽ വൻ ദുരന്തം ഒഴിവായി. സ്കൂട്ടറിൽ വീട്ടിലെത്തിയ മരുമകൻ ലിജോ പോൾ കയ്യിൽ കരുതിയ കന്നാസിലുണ്ടായിരുന്ന പെട്രോൾ ഒഴിച്ച് ഇരുനില വീടിന് തീവയ്ക്കുകയായിരുന്നു. സംഭവ സമയത്ത് ഭാര്യാപിതാവ് ബാലകൃഷ്ണനും ഭാര്യയും വീടിന് പുറത്തായിരുന്നതിനാൽ ദുരന്തം ഒഴിവായി. ലിജോ പോൾ വിദേശത്തുള്ള തന്റെ ഭാര്യയെ ഫോണിൽ വിളിച്ച് വിവരം പറഞ്ഞ ശേഷമാണ് വീടിന് തീവച്ചത്. ഗേറ്റ് തള്ളി കൊടുത്തിട്ടാണ് വന്നത്. അപ്പോൾ വന്നപ്പോൾ എന്താ അവിടെ വന്നിരിക്കാൻ ചോദിച്ചപ്പോൾ അവിടെ സ്കൂട്ടറിൻ്റെ ഫ്രണ്ടിൽ ഒരു ബാരലിൽ പെട്രോൾ ഉണ്ടായിരുന്നു. ഇത് എടുത്തിട്ടാകുമ്പോൾ ഉള്ളിലേക്ക് വന്നു. ഞാനിത് കത്തിക്കാൻ പോകണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാനവനെ ഒരുപാട് കൺസോൾ ചെയ്യാൻ നോക്കി. അവനത് പറ്റിയില്ല. ഞാനവനെ പിടിച്ചു മാറ്റാൻ നോക്കി. അവൻ എന്നെക്കാട്ടും തടിയുള്ളതുകൊണ്ട് എനിക്കത് പറ്റിയില്ല. അവൻ ഞങ്ങൾ രണ്ടാൾ നിങ്ങൾ പുറത്ത് പോയി ഞാനിവിടെ കത്തിക്കാൻ പോകണമെന്ന് പറഞ്ഞു. ഇതൊക്കെ വൈഫ് ഉള്ളിൽ തന്നെ ഇരിക്കുന്നായിരുന്നു. അവൻ ആദ്യം ഉള്ളിൽ പോയി ഉള്ളിലത്തെ ബെഡ്റൂമിലേക്ക് പെട്രോൾ ഒഴിച്ചു. അത് കഴിഞ്ഞിട്ട് പൂജാമുറിയിൽ ഒഴിച്ചു. പിന്നെ കിച്ചണിൽ ഹാളിൽ ഒഴിച്ചിട്ട് കത്തിച്ചു. അപ്പോഴേക്കും ഞാൻ അടുത്തുള്ള വീട്ടിലെ ആൾക്കാരെ വിളിച്ച് അവൻ്റെ ഉള്ളിൽ കത്താൻ തുടങ്ങി.
ആൾക്കാരെല്ലാം വന്ന് ഫയർഫോഴ്സിൽ പോലീസിനൊക്കെ കംപ്ലയിൻറ്റ് ചെയ്തു. അവർ വന്നു. അവൻ പോലീസിനെ വിളിക്കുന്ന പറഞ്ഞപ്പോൾ പോലീസിനെ വിളിച്ചു, എന്ത് പണി ചെയ്തോ കുഴപ്പമൊന്നുമില്ല, ഞാൻ എനിക്കൊന്നും പേടിയില്ല എന്ന് പറഞ്ഞിട്ട് അവൻ പോയി. കുടുംബ വഴക്കാണ് യുവാവിനെ കൃത്യത്തിന് പ്രേരിപ്പിച്ചതെന്നാണ് വിവരം. യുവാവും ഭാര്യയും തമ്മിൽ നാളുകളായി കുടുംബ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നുവെന്നാണ് ബന്ധുക്കൾ പറയുന്നത്. എന്നാൽ വീട് കത്തിക്കുന്ന രീതിയിലുള്ള ക്രൂരതയിലേക്ക് നീങ്ങാനുള്ള കാരണം വ്യക്തമല്ല. വിവരം അറിഞ്ഞ് സ്ഥലത്തെത്തിയ ചാലക്കുടി ഫയർഫോഴ്സും നാട്ടുകാരും ചേർന്ന് 7 മണിയോടെ തീ അണയ്ക്കുകയായിരുന്നു. വീടിന് തീവെച്ച ശേഷം സ്ഥലത്തു നിന്നും ഇയാൾ രക്ഷപ്പെട്ടു. പ്രതിക്ക് വേണ്ടി ചാലക്കുടി പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. ന്യൂസ് 18 തൃശൂർ. പോലീസ് പട്രോൾ ഇനി പോകുന്നത് ഇടുക്കിയിലേക്കാണ്. ഇടുക്കി മറയൂരിൽ റിട്ടയർഡ് SIയെ സഹോദരി പുത്രൻ വെട്ടിക്കൊലപ്പെടുത്തി. മറയൂർ സ്വദേശി ലക്ഷ്മണനാണ് കൊല്ലപ്പെട്ടത്. സഹോദരിയുടെ മകൻ അരുണിനായി പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. തമിഴ്നാട് പോലീസിലാണ് ലക്ഷ്മണൻ സേവനമനുഷ്ഠിച്ചിരുന്നത്. കുടുംബ പ്രശ്നങ്ങളാണ് കൊലയ്ക്ക് കാരണമെന്നാണ് പ്രാഥമിക നിഗമനം. വാർത്തയുടെ വിശദാംശങ്ങളുമായി ഇടുക്കിയിൽ നിന്ന് പ്രിൻസ് ജെയിംസ് ചേരുന്നുണ്ട്. പ്രിൻസ്, എപ്പോഴാണ് ഈ സംഭവം ഉണ്ടായത്? കുടുംബ പ്രശ്നമാണ് കൊലയ്ക്ക് കാരണമെന്ന് പറയുന്നു. അത് ഈ സ്വത്തുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും തർക്കങ്ങളാണോ കൊലയ്ക്ക് കാരണമായത്? മറയൂർ സ്വദേശിയായ ലക്ഷ്മണനാണ് സഹോദരിപുത്രൻ അരുണിന്റെ വെട്ടേറ്റ് മരിച്ചത്. ഇന്ന് വൈകുന്നേരം 7 മണിയോടെ ഒരു സംഭവം. വൈകിട്ട് ലക്ഷ്മണന്റെ വീട്ടിലെത്തിയ അരുൺ വാക്കുതർക്കം ഉണ്ടാക്കുകയും തുടർന്ന് ലക്ഷ്മണനെ വെട്ടി പരിക്കേൽപ്പിക്കുകയുമായിരുന്നു. ഉടൻ തന്നെ ബന്ധുക്കളും നാട്ടുകാരും ചേർന്ന് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. പ്രതി സംഭവ സ്ഥലത്ത് നിന്നും ഓടി രക്ഷപ്പെട്ടു. തമിഴ്നാട് പോലീസിലെ SI ആയിരുന്ന ലക്ഷ്മണൻ റിട്ടയറായ ശേഷമാണ് മറയൂരിൽ സ്ഥിരതാമസമാക്കിയത്. അരുണും ലക്ഷ്മണനും തമ്മിൽ നല്ല ബന്ധത്തിലായിരുന്നു എന്നാണ് സൂചന. മാസങ്ങളോളം ഈ വീട്ടിൽ വന്ന് അരുൺ താമസിക്കാറുണ്ടായിരുന്നു. 1 മാസം മുൻപ് ലക്ഷ്മണൻ അരുണിന്റെ കൈവശമുണ്ടായിരുന്ന ഫോൺ വാങ്ങിയിരുന്നു. ഈ ഫോൺ തിരികെ നൽകാത്തതുമായി ബന്ധപ്പെട്ട തർക്കമാണ് കൊലപാതകത്തിലേക്ക് നയിച്ചതെന്നാണ് സൂചന. ഇത് സംബന്ധിച്ചാണ് ഇന്ന് വൈകുന്നേരവും അരുൺ ലക്ഷ്മണന്റെ വീട്ടിലെത്തി തർക്കമുണ്ടാക്കിയത്. സംഭവ സ്ഥലത്ത് നിന്നും ഓടി രക്ഷപ്പെട്ട പ്രതിക്കായി മറയൂർ പോലീസ് അന്വേഷണം ആരംഭിച്ചു. നീ കഞ്ചാവാണോ എന്ന് അധ്യാപകന്റെ ചോദ്യം. തലകറങ്ങി വീണ കൂട്ടുകാരനൊപ്പം നിന്നതിന് അടിയും അപമാനവും. ഒരു 7ാം ക്ലാസ്സുകാരന് താങ്ങാവുന്നതിലും അപ്പുറമായിരുന്നു സഹപാഠികളുടെ മുന്നിൽ വെച്ചുള്ള അധ്യാപകന്റെ ശകാരം. ആലപ്പുഴ കാട്ടൂർ ഹോളി ഫാമിലി വിസിറ്റേഷൻ പബ്ലിക് സ്കൂളിലെ 7ാം ക്ലാസ് വിദ്യാർത്ഥി പ്രജിത്ത് അതിൻ്റെ അപമാനഭാരവും പേറിയാണ് വീട്ടിലെത്തിയത്. അവൻ പിന്നെ സ്കൂൾ യൂണിഫോമിൽ തന്നെ വീട്ടിൽ തൂങ്ങി മരിച്ചു. അധ്യാപകർ ശാരീരികമായും മാനസികമായും പീഡിപ്പിച്ചതാണ് കുട്ടിയെ ആത്മഹത്യ ചെയ്യാനുള്ള കാരണമെന്നാണ് ബന്ധുക്കളുടെ ആരോപണം. സംഭവത്തിൽ കുട്ടിയുടെ ചിതാഭസ്മവുമായി ബന്ധുക്കളും നാട്ടുകാരും സ്കൂളിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തി. കാട്ടൂരിലെ സ്വകാര്യ സ്കൂളിലെ വിദ്യാർത്ഥിയായ പ്രജിത്തിന്റെ മരണത്തിൽ പ്രതിഷേധം ശക്തമാവുകയാണ്. വ്യാഴാഴ്ച വൈകിട്ട് സ്കൂളിൽ നിന്ന് വീട്ടിലെത്തിയ ശേഷമാണ് പ്രജിത്തിനെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. അധ്യാപകരുടെ മാനസിക പീഡനമാണ് കുട്ടിയുടെ മരണത്തിന് കാരണമെന്ന് കുടുംബവും നാട്ടുകാരും ആരോപിക്കുന്നു. സഹപാഠിക്ക് ശാരീരിക അസ്വാസ്ഥ്യം ഉണ്ടായതിനെ തുടർന്ന് ക്ലാസ്സിലെത്താൻ വൈകിയതിന് അധ്യാപകർ പ്രജിത്തിനെ മറ്റു കുട്ടികളുടെ മുൻപിൽ വെച്ച് മാനസികമായി പീഡിപ്പിച്ചുവെന്നാണ് വീട്ടുകാർ പറയുന്നത്. ലഹരി ഉപയോഗിച്ചോ എന്ന് പരസ്യമായി ചോദിച്ചുവെന്നും ബന്ധുക്കൾ പോലീസിന് മൊഴി നൽകി. കാട്ടൂർ ഹോളി ഫാമിലി വിസിറ്റ്സ് പബ്ലിക് സ്കൂളിനെതിരെയാണ് ഗുരുതര ആരോപണം. കഴിഞ്ഞ ദിവസങ്ങളിൽ ഇവർ 3-4 പിള്ളേരെ ശരിക്കും ഫോക്കസ് ചെയ്തുകൊണ്ട് ഈ സ്കൂളിലെ ഒരു ക്ലാസ് ടീച്ചറും ഒരു ഡ്രിൽ മാസ്റ്ററും പല പ്രാവശ്യം ദേഹോപദ്രവം ഏൽപ്പിച്ചിട്ടുണ്ട്. കൃത്യമായിട്ടത് അറിയുകയും ചെയ്യാം. അത് പല സഹപാഠികളിൽ നിന്നും അറിയാനും പറ്റി. പക്ഷേ ഈ നടന്ന അന്നത്തെ ദിവസം എന്ന് പറഞ്ഞാൽ എൻ്റെ ഏറ്റവും അടുത്തൊരു കൂട്ടുകാരന് തലകറക്കം വന്നപ്പോൾ അവനെയും കൊണ്ട് ഒരു തണലിൽ പോയി കുറച്ചു നേരം വിശ്രമിച്ചു. ഈ സമയത്ത് ഇവരെ മാത്രം ഫോക്കസ് ചെയ്തുകൊണ്ട് ഈ സ്കൂളിലെ ടീച്ചർ പല പ്രാവശ്യവും ഓരോ അപഖ്യാതി പരന്നു വരുത്തുന്നുണ്ട്. ഈ തലവേദനയായിട്ട് കിടന്ന കുട്ടിയെ ഈ സ്കൂളിൽ നിന്നും മിസ്സായെന്നും പറഞ്ഞ് അവർ മൈക്കിലൂടെ അനൗൺസ് ചെയ്തു. ഇത് കേട്ടാണ് ഈ കുട്ടി ഓടി വരുന്നത്. ഓടി വന്ന് ഈ തലകറക്കം മാറാനായിട്ട് മുഖം കഴുകിയപ്പോൾ കണ്ണ് ചുമന്നെന്നും പറഞ്ഞ് ഒരു ടീച്ചർ പറയുന്നത് നീ കഞ്ചാവ് വലിച്ചിട്ടുണ്ടെന്നാണ് ചോദിക്കുന്നത്. മരണാനന്തര ചടങ്ങുകൾക്ക് ശേഷം ചിതാഭസ്മവുമായി ബന്ധുക്കളും നാട്ടുകാരും പ്രതിഷേധ മാർച്ച് നടത്തി. SFI പ്രവർത്തകർ പോലീസ് വലയം ഭേദിച്ച് സ്കൂളിന് മുന്നിൽ കുത്തിയിരുന്ന് പ്രതിഷേധിച്ചു.
അധ്യാപകർക്കെതിരെ കൊലക്കുറ്റം ചുമത്തണമെന്നായിരുന്നു ആവശ്യം. നിഷ്പക്ഷമായ അന്വേഷണം നടത്തുമെന്നും കുട്ടികളുടെ മൊഴിയെടുക്കുമെന്നും ഡിവൈഎസ്പി ബി വിജയൻ അറിയിച്ചു. പ്രാരംഭഘട്ടത്തിലാണ് കേസിന്റെ അന്വേഷണം. എന്നിരുന്നാൽ തന്നെയും ഉന്നയിക്കപ്പെട്ടുള്ള എല്ലാ ആരോപണങ്ങളും, അത് വിദ്യാർത്ഥി സംഘടനകളായാലും പൊതുജനങ്ങളുടെ ഭാഗത്തു നിന്നായാലും രക്ഷിതാക്കളുടെ ഭാഗത്തു നിന്നായാലും ഉണ്ടായിട്ടുള്ള എല്ലാ ആരോപണങ്ങളും അത് സമഗ്രമായിട്ട് പരിശോധിച്ച് കൃത്യമായ അന്വേഷണം ഉണ്ടാവും. ചിതാഭസ്മം കടലിൽ നിമജ്ജനം ചെയ്ത ശേഷം നാട്ടുകാർ തീരദേശ റോഡ് ഉപരോധിച്ചു. ന്യൂസ് 18 ആലപ്പുഴ. ജയിലുകളിൽ ക്രിമിനൽ സംഘങ്ങൾ തമ്മിൽ ഏറ്റുമുട്ടൽ പതിവാണ്. കഴിഞ്ഞ ദിവസം പൂജപ്പുര ജയിലിൽ വെച്ച് മണ്ണന്തല രഞ്ജിത്ത് വധക്കേസിലെ പ്രതി അമ്പലമുക്ക് കൃഷ്ണകുമാറും അഞ്ചുതെങ്ങ് റിക്സൺ കൊലക്കേസിലെ പ്രതി റോയും തമ്മിൽ വാക്കേറ്റമുണ്ടായി. ജയിലിലെ വാക്കേറ്റം കോടതി വളപ്പിലെ ആക്രമണത്തിലാണ് കലാശിച്ചത്. ഇരുവരെയും കോടതിയിൽ ഹാജരാക്കിയപ്പോൾ കൃഷ്ണകുമാർ റോയിയുടെ കഴുത്തിന് വെട്ടുകയായിരുന്നു. റോയിയെ വഞ്ചൂർ പോലീസ് ജനറൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അഭിഭാഷകരുടെ കോടതി ബഹിഷ്കരണം കാരണം വിചാരണ നടക്കാതെ പ്രതികളെ ജയിലിലേക്ക് തിരികെ കൊണ്ടുപോകാനായി പോലീസ് ബസ്സിൽ കയറ്റുമ്പോഴാണ് സംഭവം. അഞ്ചുതെങ്ങ് സ്വദേശി റിക്സനെ കൊലപ്പെടുത്തിയ കേസിൽ റോയ് ജീവപര്യന്തം ശിക്ഷ അനുഭവിക്കുകയാണ്. ജയിലിനുള്ളിൽ കൃഷ്ണകുമാറും റോയും തമ്മിൽ വാക്കേറ്റമുണ്ടായിരുന്നു. ഇതിന്റെ തുടർച്ചയായിട്ടാണ് ആക്രമണം നടന്നത്. റോയിയെ പാർപ്പിച്ചിരുന്ന മുറിയിൽ നിന്നും ഇരുമ്പ് കമ്പിത്തുണ്ടുകൾ കണ്ടെടുത്തതിനെ തുടർന്ന് പൂജപ്പുര പോലീസ് കേസെടുത്തിരുന്നു. ഈ കേസിൽ റോയിയെ അഡീഷണൽ ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ കൊണ്ടുവന്നപ്പോഴാണ് ആക്രമണം നടന്നത്. വഞ്ചിയൂർ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തു. ന്യൂസ് 18 തിരുവനന്തപുരം. രാഷ്ട്രീയ പ്രതികാരത്തിന്റെ ഏറ്റവും ക്രൂരതകളിൽ ഒന്നായിരുന്നു TP ചന്ദ്രശേഖരൻ വധക്കേസ്. CPM-നെ പ്രതിക്കൂട്ടിൽ നിർത്തിയ കേസിൽ പല അട്ടിമറികളും കൂറുമാറ്റങ്ങളും നടന്നതാണ്. എന്നാൽ യഥാർത്ഥ പ്രതികളെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാൻ RMPയും KK രമയും നടത്തിയ നിയമ പോരാട്ടം സമാനതകളില്ലാത്തതാണ്. TP ചന്ദ്രശേഖരൻ വധക്കേസിൽ പ്രതികൾക്കെതിരെയുള്ള ശിക്ഷ ഹൈക്കോടതി ശരിവെച്ചു. CPM പ്രാദേശിക നേതാക്കളായ KK കൃഷ്ണൻ, ജ്യോതി ബാബു എന്നിവരെ വെറുതെ വിട്ട വിചാരണ കോടതി വിധി ഹൈക്കോടതി റദ്ദാക്കുകയായിരുന്നു. പ്രതികളുടെ ശിക്ഷ ഉയർത്തണമെന്ന ഹർജിയിൽ 26-ന് കോടതി വിധി പറയും. RMP നേതാവ് TP ചന്ദ്രശേഖരനെ വെട്ടിക്കൊലപ്പെടുത്തിയ കേസിൽ ജീവപര്യന്തം ശിക്ഷ വിധിച്ച വിചാരണ കോടതി വിധി റദ്ദാക്കണമെന്നാവശ്യപ്പെട്ടാണ് 12 പ്രതികളും ഹൈക്കോടതിയിൽ അപ്പീൽ നൽകിയത്. എന്നാൽ മരണപ്പെട്ട PK കുഞ്ഞനന്ദൻ ഉൾപ്പെടെയുള്ള പ്രതികൾക്ക് വിചാരണ കോടതി നൽകിയ ശിക്ഷ പൂർണ്ണമായും ഹൈക്കോടതി ശരിവെച്ചു. CPM കോഴിക്കോട് ജില്ലാ സെക്രട്ടറി ആയിരുന്ന P മോഹനൻ ഉൾപ്പെടെയുള്ള 24 പ്രതികളെ വെറുതെ വിട്ടതിനെതിരെയുള്ള TPയുടെ ഭാര്യ KK രമയുടെ അപ്പീലിൽ 2 പ്രതികളെ വെറുതെ വിട്ട വിചാരണ കോടതി വിധി ഹൈക്കോടതി റദ്ദാക്കി. P മോഹനടക്കം മറ്റ് പ്രതികളെ വെറുതെ വിട്ട വിചാരണ കോടതി വിധി ഹൈക്കോടതി ശരിവെക്കുകയും ചെയ്തു. KK കൃഷ്ണൻ, ജ്യോതി ബാബു എന്ന പ്രാദേശിക CPM നേതാക്കൾക്കുള്ള ശിക്ഷ 26-ന് കോടതി വിധിക്കും. പ്രതികൾക്ക് പരമാവധി ശിക്ഷ നൽകണമെന്ന പ്രോസിക്യൂഷൻ അപ്പീലിൽ പ്രതികളുടെ മാനസിക ആരോഗ്യനിലയും ജയിലിലടക്കമുള്ള പെരുമാറ്റവും പരിഗണിക്കുന്ന റിപ്പോർട്ടുകൾ പരിഗണിച്ച് 26-ന് ഡിവിഷൻ ബെഞ്ച് തീരുമാനമെടുക്കും. അന്ന് എല്ലാ പ്രതികളും കോടതിയിൽ നേരിട്ട് ഹാജരാകണം. ജസ്റ്റിസ് AK ജയശങ്കർ നമ്പ്യാർ, ജസ്റ്റിസ് കൗസർ എടപ്പകത്ത് എന്നിവർ ഉൾപ്പെട്ട ഡിവിഷൻ ബെഞ്ചാണ് അപ്പീലിൽ വിധി പറഞ്ഞത്. വിധിയോട് വൈകാരികമായാണ് TPയുടെ ഭാര്യ KK രമ പ്രതികരിച്ചത്. ഒരു നാടിന് വേണ്ടിയിട്ടൊരു വിധി പ്രസ്താവിച്ചു. അത് ഈ നാട്ടുകാർക്ക്, ഒരുപാട് ആളുകൾക്ക് അഭിപ്രായം പറഞ്ഞവരെ വെട്ടിക്കൊല്ലരുത് തെരുവിൽ എന്നുള്ളതിൻ്റെ മുന്നറിയിപ്പ്. ഒരു മനുഷ്യനും ഒരാളും ഇതുപോലെ തെരുവിൽ വെട്ടിക്കൊല്ലുന്നൊരു സാഹചര്യം ഉണ്ടാകരുത്. ഇതെല്ലാവർക്കുമുള്ള താല്പര്യമാണ്. പാലക്കാട് കൊപ്പത്ത് 6 വർഷം മുൻപ് ഡൊമിനിക് എന്ന കുഞ്ഞുമോനെ കൊലപ്പെടുത്തിയ സംഭവം ചിലരെങ്കിലും ഓർമ്മിക്കുന്നുണ്ടാകും. 2018 നവംബറിലാണ് ഒപ്പം താമസിച്ചിരുന്ന സ്ത്രീ പങ്കാളിയെ റബ്ബർ ടാപ്പിംഗ് കത്തി ഉപയോഗിച്ച് കുത്തിക്കൊന്നത്. ആ കേസിൽ കോടതി പ്രതിയായ 47-കാരിക്ക് ജീവപര്യന്തം കഠിന തടവ് ശിക്ഷ വിധിച്ചു. ആലപ്പുഴ വെണ്ണക്കര സ്വദേശിനി ഇന്ദിരാമ
10,000 രൂപ പിഴയും അടയ്ക്കണമെന്ന് ഒറ്റപ്പാലം അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതി വിധിച്ചു. കൊപ്പം നെടുമ്പർക്കാട് പ്രദേശത്തെ റബ്ബർ എസ്റ്റേറ്റിൽ പത്തനംതിട്ട സ്വദേശി ഡൊമിനിക് എന്ന കുഞ്ഞുമോനെ കുത്തിക്കൊന്ന കേസിലാണ് പ്രതി ഇന്ദിരയ്ക്ക് ജീവപര്യന്തം കണ്ണുതടവും 10,000 രൂപ പിഴയും ശിക്ഷ വിധിച്ചത്. ഒറ്റപ്പാലം അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതിയുടേതാണ് വിധി. പിഴ അടച്ചില്ലെങ്കിൽ 1 വർഷം കൂടി കണ്ണുതടവ് അനുഭവിക്കണം. 2018 നവംബർ 13-നാണ് കേസിനാസ്പദമായ സംഭവം. ദമ്പതിമാരെന്ന വ്യാജേന പേരുമാറ്റി സ്വകാര്യ റബ്ബർ തോട്ടത്തിലെ തൊഴിലാളികളായി താമസിക്കുന്നതിനിടെ ഉണ്ടായ അഭിപ്രായ വ്യത്യാസമാണ് കൊലപാതകത്തിൽ കലാശിച്ചത്. വിവാഹിതനായ ഡൊമിനിക് വീണ്ടും കുടുംബത്തോടടുക്കുന്നതും പണം അയച്ചു കൊടുക്കുന്നതും ഇന്ദിരയ്ക്ക് ഇഷ്ടപ്പെടാഞ്ഞതാണ് കൊലപാതകത്തിന് കാരണം. റബ്ബർ ടാപ്പിംഗ് കത്തി ഉപയോഗിച്ചായിരുന്നു കുത്തിയത്. തെളിവുകളുടെ അഭാവത്തിൽ ആദ്യം അസ്വാഭാവിക മരണത്തിനാണ് പോലീസ് കേസെടുത്തത്. പിന്നീട് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നതോടെയാണ് കൊലപാതകമാണെന്ന് വ്യക്തമായത്. സംഭവം വീഴ്ചയ്ക്കിടെ അബദ്ധത്തിലുണ്ടായതല്ലെന്നും ആരോ മനഃപൂർവ്വം കുത്തിയതാണെന്നുമായിരുന്നു പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. തുടർന്ന് പുനരന്വേഷണം നടത്തിയാണ് ഇന്ദിരയെ അറസ്റ്റ് ചെയ്തത്. കേസിൽ 21 സാക്ഷികളെ വിസ്തരിച്ചു. അന്നത്തെ കൊപ്പം SI MB രാജേഷും ഷൊർണൂർ DYSP PV സുരേഷുമാണ് കേസ് അന്വേഷിച്ച് കുറ്റപത്രം സമർപ്പിച്ചത്. പ്രോസിക്യൂഷനു വേണ്ടി അഡ്വക്കേറ്റ് PM ജയ ഹാജരായി. ന്യൂസ് 18 പട്ടാമ്പി. മണിച്ചെയിൻ തട്ടിപ്പ് കേസിൽ തൃശൂരിലെ ഹൈറിച്ച് കമ്പനി ഉടമ KD പ്രതാപനും ഭാര്യ ശ്രീനയും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് മുന്നിൽ. ആഴ്ചകളോളം അന്വേഷണ സംഘത്തെ വെട്ടിച്ച് മുങ്ങി നടന്ന ഇരുവരും ചോദ്യം ചെയ്യലിൽ ഹാജരായതോടെ എന്തായിരിക്കും ഇനി EDയുടെ നീക്കം? 2000 കോടിയിലേറെ രൂപ തട്ടിയെടുത്ത കേസിൽ പ്രതാപനും ഭാര്യ ശ്രീനയ്ക്കുമെതിരെ വ്യക്തമായ തെളിവുകൾ ലഭിച്ചിട്ടുണ്ട്. തൃശൂരിലെ വീട്ടിൽ ED റെയ്ഡിന് എത്തുന്ന വിവരം അറിഞ്ഞത് മുതൽ ഒളിവിലായിരുന്നു പ്രതാപനും ശ്രീനയും. രാവിലെ 10 മണിക്ക് KD പ്രതാപനാണ് കൊച്ചിയിലെ ED ഓഫീസിലെത്തി ആദ്യം ഹാജരായത്. പിന്നാലെ 1 മണിയോടെ ശ്രീനയും ED ഓഫീസിലെത്തി. കഴിഞ്ഞ ദിവസം കേസ് പരിഗണിക്കുന്നതിനിടെ ED അന്വേഷണത്തോട് സഹകരിച്ചുകൂടെ എന്ന് കോടതി പ്രതിഭാഗത്തോട് ചോദിച്ചിരുന്നു. പിന്നാലെ കോടതിയിൽ മുൻകൂർ ജാമ്യ ഹർജി പരിഗണിക്കവേ ED ഓഫീസിൽ ഹാജരാകാമെന്ന് ഇവർ അറിയിച്ചു. തുടർന്നാണ് ചോദ്യം ചെയ്യലിനായി ഹാജരായത്. രാവിലെ ആരംഭിച്ച ചോദ്യം ചെയ്യൽ മണിക്കൂറുകൾ പിന്നിട്ടിരിക്കുന്നു. ED അറസ്റ്റ് ഉൾപ്പെടെ കടുത്ത നടപടിയിലേക്ക് കടക്കാനും സാധ്യതയുണ്ട്. മണിച്ചെയിൻ മാതൃകയിൽ സാമ്പത്തിക തട്ടിപ്പ് തുടങ്ങിയ ചേർപ്പിലെ പ്രതാപനും ഭാര്യ ശ്രീനയും സഹായി ശരൺ കടവത്തും 1,83,00,000 ഐഡികളിൽ നിന്നായി 2000 കോടിയിലേറെ തട്ടിയെന്നാണ് അന്വേഷണ ഏജൻസികളുടെ പ്രാഥമിക നിഗമനം. ആദ്യം ഹൈറിച്ച് ഓൺലൈൻ ഷോപ്പി പ്രൈവറ്റ് ലിമിറ്റഡ് തുടങ്ങി. 10,000 രൂപയുടെ വൗച്ചർ വാങ്ങി ചങ്ങലക്കണ്ണിയിൽ ചേരുന്നവരുടെ അക്കൗണ്ടിലേക്ക് പണം ഒഴുകുമെന്നായിരുന്നു വാഗ്ദാനം. HR ക്രിപ്റ്റോ കോയിൻ ഇറക്കിയും തട്ടിപ്പ് നടത്തിയെന്നാണ് കണ്ടെത്തൽ. ബിറ്റ്കോയിൻ പോലെ പല മടങ്ങ് ഇരട്ടിക്കുമെന്നായിരുന്നു വാഗ്ദാനം. ഏറ്റവും ഒടുവിൽ OTTയും. ഇതിനായി 5 ലക്ഷം രൂപയുടെ ബോണ്ടാണ് പുറത്തിറക്കിയത്. ഇതും RBIയുടെ അനുമതിയില്ലാതെയായിരുന്നു. 10 ഇരട്ടി വരെ ലാഭവും നിക്ഷേപത്തുകയും മടക്കി നൽകുമെന്നായിരുന്നു വാഗ്ദാനം. തൃശൂരിലെ വീട്ടിൽ ED റെയ്ഡിനെത്തുന്ന വിവരം അറിഞ്ഞത് മുതൽ ഒളിവിലായിരുന്നു പ്രതാപനും ശ്രീനയും. ന്യൂസ് 18 കൊച്ചി. പത്തനംതിട്ട ഏഴംകുളം ദേവീക്ഷേത്രത്തിലെ കുംഭഭരണി ഉത്സവത്തിന്റെ ഭാഗമായി നടന്ന തൂക്കം വഴിപാടിനിടെ കൈക്കുഞ്ഞ് തെറിച്ചു വീണ ദൃശ്യങ്ങൾ ഞെട്ടലുളവാക്കുന്നതാണ്. കുഞ്ഞിന് പരിക്ക് പറ്റിയ സംഭവം വാർത്തയായതോടെ പോലീസ് സ്വമേധയാ കേസെടുത്തു. തൂക്കക്കാരനായിരുന്ന അടൂർ സ്വദേശി സിനുവിന് കേസിൽ പ്രതി ചേർത്തിട്ടുണ്ട്. ഇയാളുടെ അശ്രദ്ധ കൊണ്ടാണ് കുഞ്ഞ് താഴെ വീണതെന്നാണ് FIR. പത്തനാപുരം സ്വദേശികളുടെ 10 മാസം പ്രായമുള്ള കുഞ്ഞ് താഴെ നിന്ന ഒരാളുടെ കയ്യിൽ തട്ടി വീണതിനാൽ വലിയ ദുരന്തം സംഭവിച്ചില്ല. വിശ്വാസത്തിന്റെ പേരിൽ ഇത്തരം ആചാരങ്ങൾ നടത്തുമ്പോൾ വേണ്ടത്ര സുരക്ഷാ സംവിധാനം